ഈ സ്ത്രീകളിലെ ഓവറി തലത്തിലെ എഗ്ഗിന്റെ എണ്ണം, ക്വാളിറ്റി അതൊക്കെ അറിയാൻ എന്തെങ്കിലും വഴികളുണ്ടോ? അങ്ങനെ ഒരു ടെസ്റ്റ് ആണ് AMH ടെസ്റ്റ് അല്ലെങ്കിൽ ആന്റി മുലേറിയൻ ഹോർമോൺ ടെസ്റ്റ് എന്ന് പറയുന്നത്. AMH സ്ത്രീകളിലെ ഓവറിക്കുള്ളിലെ ഗ്രാനുലോസർ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ്. അത് ഓവേറിയൻ റിസർവ് അല്ലെങ്കിൽ ഓവറിക്കുള്ളിലെ എഗ്ഗുകളുടെ എണ്ണവും അതിന്റെ ഗുണനിലവാരവും മനസ്സിലാക്കാനാണ് ഈ ഹോർമോൺ സഹായിക്കുന്നത്. അപ്പോൾ നോർമൽ ആയിട്ട് അതിന്റെ റേഞ്ച് വരുന്നത് 1 മുതൽ 4 നാനോഗ്രാം പെർ ml ആണ്. 1-ന് താഴെയാണെങ്കിൽ ലോ AMH ഉം 4-ന് മുകളിലാണെങ്കിൽ ഹൈ AMH എന്നാണ് വരിക. സാധാരണയായിട്ട് 25 വയസ്സാകുമ്പോഴേക്കും AMHന്റെ ലെവൽ പീക്ക് സ്റ്റേജിലാണ് എത്തുക. 35 വയസ്സാകുമ്പോഴേക്കും അത് ക്രമാതീതമായിട്ട് കുറഞ്ഞു വരും. മെനോപോസ് ഒക്കെ അറ്റൈൻ ചെയ്യുമ്പോഴേക്കും അത് 0 മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ലോ AMH 35 വയസ്സിന് മുകളിലുള്ളവരിലാണെന്നുണ്ടെങ്കിൽ അവർ കൺസീവ് ചെയ്യാനുള്ള ചാൻസസ് കുറവായിരിക്കും. എന്നാൽ ഈ ലോ AMH 35 വയസ്സിന് താഴെയുള്ളവരിലാണ് കാണുന്നുണ്ടെങ്കിൽ അവരുടെ എഗ്ഗുകളുടെ എണ്ണം കുറവാണെങ്കിലും ക്വാളിറ്റി കൂടുതലായതിനാൽ കൺസീവ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ IVF ട്രീറ്റ്മെന്റ് പോലെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സ്ത്രീകളിൽ 35 വയസ്സിന് മുന്നേ തന്നെ എഗ്ഗുകൾ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൺസീവ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. 4 നാനോഗ്രാം പെർ ml മുകളിലാവുമ്പോഴാണ് ഹൈ AMH വരുന്നത്. അപ്പോൾ ഹൈപ്പർ സ്റ്റിമുലേഷൻ ഉണ്ടാവും. അത് കാരണം ഇൻഫെക്ഷൻ ഉണ്ടാവും. അതാണ് ഓവേറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം. ഇത് സാധാരണയായിട്ട് കാണുന്നത് PCOSലാണ്. അപ്പം ഇത് PCOS കൺട്രോൾ ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ഹൈ AMH കൺട്രോൾ ചെയ്യാം. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്താം. വെയിറ്റ് മാനേജ്മെന്റ്, പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ്, പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ്, ഇതൊക്കെ വഴി നമുക്ക് PCOSും അതുപോലെ തന്നെ AMHനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. അബ്നോർമൽ ആയിട്ടുള്ള AMH, അതിന്റെ കൂടെ തന്നെ ഇറഗുലർ ആയിട്ടുള്ള മെൻസസ്, റിക്കറന്റ് ആയിട്ടുള്ള IVF ഫെയിലിയേഴ്സ്, അബോർഷൻസ്, ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു ഹോമിയോപ്പതി ഡോക്ടറെ കാണിക്കാവുന്നതാണ്. ഇത്തരം പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള ചികിത്സ ഇന്ന് ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. താങ്ക് യു.